അല്ലെന്ന് കാട്ടാനേന്ന് വന്യജീവികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആനയുണ്ട്, കടുവയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്. എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർഡ് എന്ന ഞങ്ങളുടെ പുതിയ സെഗ്മെന്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് റോസ്മല എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാകാം. എന്നാൽ അതിനോടനുബന്ധിച്ചിട്ട് ചില ടേണുകളോ ഡീവിയേഷൻസോ ഒരുപക്ഷെ നമ്മളെ ആരും സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് പേര് എത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കാം. അത്തരം സ്ഥലങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഈ യാത്ര. കണ്ടിന്യൂ വാച്ച്. ഞങ്ങൾ റോസ്മലയിലേക്ക് പോയതൊരു ഞായറാഴ്ചയായിരുന്നു. അറിയായിരുന്നു ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും. റോസ്മല അങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഒരുപാട് തിരക്കായിരിക്കും. അന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിരാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4:30 മണി ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തെമ്മല എത്തിയിട്ടും നേരമൊന്നും വെളുത്തിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, സൺഡേ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നേരത്തെ ഇറങ്ങാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. വെയിലിൽ നിന്ന് വെയിലത്തുള്ള റൈഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ റോസ്മലയിലേക്ക് വിട്ടത്. അപ്പോൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയതും ഏകദേശം വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു വന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഞങ്ങൾ നോമ്പിന് മുന്നേ പോയതാണ് റോസ്മലയിലേക്ക്. ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അതുവഴിയാണ് നമ്മൾ റോസ്മലയിലേക്ക് പോകുന്നത്. പിന്നെ റോസ്മലയ്ക്ക് എങ്ങനെയാണ് റോസ്മല എന്ന പേര് വന്നത് എന്നതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഈ ഒരു ഗ്രാമവും ഈ ഒരു എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ഒരു ബ്രിട്ടീഷുകാരുടെ ഭാര്യയുടെ പേര് റോസ്ലിൻ ആയിരുന്നു. ആ ഭാര്യയുടെ സ്മരണയ്ക്ക് വേണ്ടി റോസ്മല എന്ന് പേരിട്ടെന്നും പറയുന്നുണ്ട്. ഇതാണ് റോസ്മലയിലേക്കുള്ളൊരു എൻട്രൻസ്. ഇവിടെ കയറുമ്പോൾ തന്നെ അങ്ങനെ ജീപ്പ് സഫാരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജീപ്പ് സഫാരി എടുത്ത് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ റോഡ് ഇതുപോലത്തെയാണ്. കുറച്ച് സ്ഥലത്ത് നല്ല റോഡ്, പിന്നെ കൂടുതലും ഇതുപോലെ ഓഫ് റോഡായിട്ടുള്ള റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഒരു എൻട്രൻസ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ റോസ്മല എന്ന് പറയുന്ന ആ വ്യൂ പോയിന്റിൽ എത്താൻ വേണ്ടി നമ്മൾ കുറേ കാടിലൂടെയൊക്കെ സഞ്ചരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഫുൾ കാടായിരിക്കും, ചുറ്റും വീടൊന്നും കാണാത്തൊരു കാടായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ കയറുമ്പോൾ കുറേ വീടുകൾ കാണാൻ പറ്റും, പിന്നെ കുറേ സ്ഥലം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാടായിരിക്കും, വീണ്ടും വീടുകൾ, അങ്ങനെയുള്ളൊരു ഏരിയ ആയിരുന്നു. അത് ഞാൻ ഒറ്റ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ഭാഗത്തെ വീടും അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലായിരുന്നു. കാട്ടിനകത്ത് കുറേ വീടുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ഫോറസ്റ്റിൻ്റെ ആ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാട്ടിലേക്ക് കയറും. ആ കാട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വീടുകളൊക്കെ വരുന്നുണ്ട്. അവിടെ അംഗൻവാടി ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കുറേ വീടും കടകളൊക്കെ ഉള്ളൊരു ഏരിയ കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്യൂ പോയിൻറ്റ്സിലേക്ക് പോകുന്നത്. ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഫുൾ കാടായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണിത്. പക്ഷേ റോഡ് ഇത്തിരി മോശമാണ് ആദ്യമൊക്കെ കയറുമ്പോൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ റോഡ്, അങ്ങനത്തെ ഒരു സംഭവമാണ്.
കുറേ ദൂരം കഴിഞ്ഞ് പോകുമ്പോൾ കാട്ടിനകത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം കുറവായിരുന്നു, അതുകൊണ്ടാണ് വെള്ളം കുറവായിരുന്നു. പക്ഷേ വെള്ളം ഉള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാര്യം ഈ ആറൊക്കെ ഇങ്ങനെ നമ്മുടെ പോകുന്ന റോഡിലൂടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. അതൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇതുപോലെ ഒന്നല്ല ഒരു 2-3 ഇങ്ങനത്തെ ആറും അരുവിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല സീനായിരിക്കും. ആ ഒരു സ്ഥലം നല്ലതായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ വീണ്ടും നേരത്തെ പോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന അരുവി നമുക്ക് വീണ്ടും കാണാൻ പറ്റും. വലിയൊരു മരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വലിയ മരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് വരുന്നത് ഒരു ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷനിലാണ്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ വണ്ടി നമ്പരും ഒക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കണം. നല്ല കാറ്റ്. കാട്ടാനയാണ്. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടോ? എന്തോ കണ്ടോന്ന് ചേട്ടാ? അല്ലെന്ന് കാട്ടാനേന്ന് വേറെ ടീം വന്നിട്ട് പോയാൽ നേരത്തെ കയറി അവരുടെ ഞങ്ങളതനുസരിച്ചാണ് വെട്ടം ഞങ്ങൾ മുകളിൽ പോയി ചായ കുടിച്ചിരിക്കാം. നമ്മളവിടെ പേരൊക്കെ എഴുതി വണ്ടി നമ്പരും ഒക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതൊരു നല്ല രസമുള്ളൊരു അടിപൊളി യാത്രയായിരുന്നു. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഒരു പൊൻ തിളക്കം ഉണ്ടല്ലോ, ആ ഒരു തിളക്കം മരങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നു എന്നറിയില്ല, പക്ഷേ അതൊരു പ്രത്യേക ഒരു ഫീലാണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ വീടുകളാണ്. കുറേ ഫാമിലീസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോസ്റ്റ് ഓഫീസ്, അങ്കമാടി അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ആൾക്കാരുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഒരു കാട്ടിൽ നിന്ന് ഒരു ഗ്രാമം, ഒരു കാട് കഴിഞ്ഞിട്ടൊരു ഗ്രാമം. അപ്പോൾ അതൊരു അടിപൊളിയായിരുന്നു. ആ ഗ്രാമം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റോസ്മല വ്യൂ പോയിന്റിലേക്ക് വരുന്നത്. ഇവിടെ 9 മണി തൊട്ടാണ് മുകളിലേക്ക് വ്യൂ ടവറിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തു. ഹെൽമെറ്റും ഒക്കെ നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 300 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കുത്തനെയുള്ളൊരു തേരിയാണ് അത്. അത് കയറിയിട്ട് വേണം നമ്മൾ ആ ഒരു വ്യൂ ടവറിൽ എത്തുന്നത്. അത് ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ കല്ലൊക്കെ പൊന്തി നിൽക്കുക. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ആ സൂര്യൻ്റെ വെട്ടം നമുക്കിങ്ങനെ വരുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ അതൊക്കെ കയറിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. കൂടുതൽ ഞങ്ങളവിടെ റൈഡേഴ്സിനെയാണ് കണ്ടത്. അങ്ങനെ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണത്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം നമുക്ക് അടുത്താണ്. കൊല്ലം ജില്ലയിലാണ് റോസ്മല വരുന്നത്. അപ്പോൾ നമുക്ക് അധികം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. റോസ്മല, തെന്മല, ആര്യങ്കാവ് അവിടെയൊക്കെ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി റൈഡേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പല ഭാഗത്തു നിന്നുള്ള റൈഡേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒരു വ്യൂ ടവർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എത്ര സമയം വേണോ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അവിടെ നിന്നുള്ള വ്യൂസൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. അത് സീനാണ്, അത് വേറൊരു കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് വെച്ച് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് കടക്കാനുള്ള അനുവാദമില്ല, ആ കാട്ടിനുള്ളിലേക്ക്. കാര്യം അവിടെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പുലിയും കടുവയും കാട്ടുപോത്തും ആനയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട്
നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് വ്യൂസൊക്കെ കാണാനും ഒക്കെയുള്ള അനുവാദം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോകുന്നത് വളരെ റിസ്ക്കാണ്, ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കടത്തിവിടാത്തത്. നമ്മൾ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അള്ളിപ്പിടിച്ച് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് സീനായിട്ടുള്ളൊരു വ്യൂ ആണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല പനിയുള്ളൊരു ദിവസമായിരുന്നു ഞാൻ റോസ്മല പോയത് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തേടി കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കയറി കഴിഞ്ഞിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ ഉള്ളൊരു ഒരു ഫീലൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു ഐലൻഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും എന്തുകൊണ്ട് ഇങ്ങനെ പേര് വന്നു, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലെ ലാസ്റ്റിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ കയറി ഒരു വ്യൂ ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. അവിടെ കയറി നമുക്കിത് കുറേ സമയം ഇങ്ങനെ കാണാനൊക്കെ പറ്റും. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു. 6 മണി വരെയാണ് ഇവിടെ ടൈമിങ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ കാണുമെങ്കിൽ നമ്മൾ നല്ല വെളിച്ചമുള്ള സമയത്തല്ലേ വരേണ്ടത്. നമുക്ക് 1 ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ സ്ഥലമാണ് റോസ്മല. അതുമാത്രമല്ല, റോസ്മല തെമ്മലയൊക്കെ അടുത്തടുത്താണ്. തെമ്മല നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് റോസ്മല എത്താം. അതുപോലെ തന്നെ ഇത് രണ്ടിനും ഇടയിലായിട്ട് ആണ് പാലരുവി വാട്ടർഫോൾ വരുന്നത്. അപ്പോൾ ഒരു 1 ഡേ പാക്കേജായിട്ട് നമുക്ക് തെമ്മല, പാലരുവി, റോസ്മലയൊക്കെ എടുത്താൽ ഒരു ദിവസം ഫുൾ അടിച്ചു പൊളിച്ച് നല്ല വ്യൂസൊക്കെ കണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു ട്രിപ്പായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു ഐലൻഡ്. അത് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അതുമാത്രമല്ല, ഈ ഐലൻഡിലൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ താമസിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. അവരുടെ ഒരു ഏരിയ ആയിരിക്കും ഇത്. അത് നല്ല സീനായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതാണ് ആ ഒരു റോസ്മല വ്യൂ പോയിന്റ്. താഴെ കാണുന്ന റിസർവോയറിന്റെ കഥ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞുതരും. എന്തൊക്കെയാണ് അതിന്റെ പല പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? തെമ്മല ഡാം എന്ന് പറയുന്നതും പരപ്പാർ എന്ന് പറയുന്നതും ഉമയാർ എന്ന് പറയുന്നതും കല്ലടയാർ എന്ന് പറയുന്നതും ഒരാറിനെയാണ് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അവിടെ തെമ്മല ഡാമിൻ്റെ അവിടെ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നുള്ളൊരു പദ്ധതി പ്രകാരമാണ് തെമ്മല ഡാം കിട്ടുന്നത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഉമയാർ എന്ന് പറയുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ശെന്തുണിയാർ എന്ന് പറയുന്നതും തെമ്മല ഡാം എന്ന് പറയുന്നതും എല്ലാ ആറും ഒന്ന് തന്നെയാണ്. പരന്ന് ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടാണ് പരപ്പാർ എന്ന് പറയുന്നത്. ഓക്കെ. കല്ലടയാർ എന്ന് പറയുമ്പോഴത്തേക്ക് കുളത്തൂപ്പുഴയിൽ നിന്ന് വന്ന് ചേരുന്നതാണ്, തെമ്മല ഡാമിൽ വന്ന് ചേരുന്നത് കൊണ്ടാണ് കല്ലടയാർ എന്ന് പറയുന്നത്. കല്ലടയാർ. പിന്നെ ഉമയാർ എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഒരാറാണ്. പിന്നെ തെമ്മല ഡാമിൽ വന്ന് ചേരുന്നത് കൊണ്ടാണ് ഉമയാർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈറ്റപ്പടപ്പ് സെക്ടർ റോസ്മല 171 ചതുര സ്ക്വയർ ചുറ്റളവിലാണ് നമ്മുടെ ശെന്തുണ്ടി വൈൽഡ് ലൈഫിലേക്ക് നീക്കി. തെമ്മല ഡിവിഷന്റെ കീഴിലാണ് വൈൽഡ് ലൈഫ് നമുക്ക് നീക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വന്യജീവികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആനയുണ്ട്, കടുവയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്. ഞാൻ ഇതിനകത്ത് കടുവേനെ കണ്ടിട്ടുണ്ട്, കരടിയെ കണ്ടിട്ടുണ്ട്. കരടി എന്ന് പറയുമ്പോൾ നമ്മളെ കട്ടളപ്പാറ പിന്നെ കുമ്പക്കല്ല് വഴി പോയപ്പോഴത്തേക്ക് കരടിയെ കണ്ടിട്ടുണ്ട്. അനുഭവം നമ്മൾ ഒരുപാട് ദൂരെ, ഒരു 2-2.5 കിലോമീറ്റർ ദൂരെ എന്നാണ് കാണുന്നത്. 2 കരടികൾ ഇതേപോലെ തമ്മിൽ ഇങ്ങനെ പിടി ഇങ്ങനെ ഇതൊന്നാണ് കാണുന്നത്. ഞങ്ങൾ ജീപ്പിലാണ്. നമ്മൾ ട്രക്കിങ്ങിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടായിരുന്നു, പിന്നെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് കാണുന്നത് 2 കടുവകൾ. കടുവയല്ല, കരടി. പുലിയെ കണ്ടിട്ടുണ്ടോ? പുലിയ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ആര്യൻകാവിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് നമ്മുടെ മഞ്ഞത്തേരി എന്ന് പറയും, ആ ഭാഗത്ത് നമ്മുടെ ബസ്സിൽ വന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പുലിയെ കണ്ടു. അതായത് റോസ്മലയിലോട്ട് വരുന്ന വഴി. എത്ര മണിയാവും ഏകദേശം? ഏകദേശം ഒരു 5 മണിയാവും. വൈകിട്ട് 5 മണിയാണ്. അപ്പോൾ വൈകിട്ട് രാത്രി വരാൻ ശ്രമിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇത് മൃഗങ്ങളെ
കണ്ടിങ്ങനെ ഓട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു താഴെ കുഴിഭാഗത്ത് നിന്നാണ് പിന്നെ ഒരു മ്ലാവിനാണ്ട് ഓട്ടിച്ചുകൊണ്ട് വന്നത്. അപ്പോഴത്തേക്ക് ബസ് വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ലക്ഷ്യം അങ്ങ് തെറ്റി. അങ്ങനെ ആ റോഡും ഭാഗത്തിരിക്കുക. അപ്പോൾ ബസ് വന്നപ്പോഴത്തേക്ക് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇയാളെ മറ്റേ ഈ മ്ലാവ് ഏതാ വഴിക്ക് പോയി, മ്ലാവ് വേറെ വഴിക്ക് പോയി. അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴത്തേക്കാണ് ബസ് ഓപ്പോസിറ്റ് അത്യാവശ്യം വലിപ്പമുള്ള, അതായത് അതിൻ്റെ നീളം അനുസരിച്ച് അതിൻ്റെ വാലിൻ്റെ നീട്ടമുണ്ട്. എൻ്റെ ഉടൽ ഭാഗം എത്ര നീട്ടമുണ്ടോ അത്രയും വാലിൻ്റെ നീളം കാണും. അങ്ങനെയുള്ളതാണ് ആരോഗ്യമുള്ള ഏകദേശം ഒരു നമ്മുടെ സാധാരണ ഒരു വളർത്തു പശുക്കുട്ടിയുടെ ഒരു സെയിം അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ പുള്ളിക്കാർ ഇവിടെ തന്നെ കാണും. കാട്ടിനകത്തുണ്ട്. ചേട്ടൻ്റെ പേരൊന്നുകൂടെ പറയൂ. എൻ്റെ പേര് യശോധരൻ. ഫോറസ്റ്റ് വാച്ചറാണ്. സ്ഥലം ഇവിടെ തന്നെയാണ്? സ്ഥലം റോസ്മലയല്ല. ഞാൻ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നത്. എൻ്റെ സ്ഥലം മടത്തറ അരിപ്പ എന്ന് പറയും. അരിപ്പയിലാണ്. അരിപ്പ. അപ്പോൾ താങ്ക്സ് ചേട്ടാ, നല്ല കുറച്ച് ഉപകാരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പേര് കാണും, അവർക്കെല്ലാം ഉപയോഗപ്പെടുകയും ചെയ്യും. ചേട്ടൻ അനുഭവം പറഞ്ഞു. അങ്ങനെ കുറേ സമയം റോസ്മലയുടെ വ്യൂ ഒക്കെ കണ്ട് അവിടെ നിന്ന് ആ ചേട്ടനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചേട്ടനിൽ നിന്ന് കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റോസ്മലയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.